PM ശ്രീയിൽ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് CBIയെ കബളിപ്പിക്കാനാണ് എന്ന് പ്രതിപക്ഷം. കരാർ ഒപ്പുവെക്കുന്നതിന് മുൻപാണ് പരിശോധന വേണ്ടത്. കരാറിൽ നിന്ന് പിന്മാറുമെന്ന് പറയാൻ മുഖ്യമന്ത്രി എന്തിനാണ് ഭയക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. കേന്ദ്രവും സംസ്ഥാനവും ഒപ്പിട്ട കരാറിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയുമെന്ന് KC വേണുഗോപാലും ചോദിച്ചു. ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് CPIയെ പറ്റിക്കുകയാണ്, CPIയെ കബളിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട്? ആരെയാണ് പേടിക്കുന്നത്? ആര് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത്? അതാണല്ലോ പ്രശ്നം. ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ്. CPIയെ കബളിപ്പിക്കുകയാണ്. ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്? എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത്? പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിന് മുമ്പല്ലേ. ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക. എന്നിട്ട് അതിൻ്റെ സമയം പറയാതിരിക്കുക, അതിൻ്റെ കാല അളവ് പറയാതിരിക്കുക. CPIയെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി ഒരു അഗ്രിമെന്റ് ഒപ്പിടുന്നു. ആ അഗ്രിമെന്റ് പിന്നെ ഗവൺമെന്റ് കത്തെഴുതിയിട്ട് ആരെ കളിപ്പിക്കാനാണ് അവർ പറയുന്നത്? പിന്നെ CPIക്ക് അത് മതിയെങ്കിൽ അത് അവർ ആശ്വസിക്കട്ടെ. അവർ പറഞ്ഞ കാര്യം നടപ്പിലായതുകൊണ്ട് അവർ ആശ്വസിക്കട്ടെ. പക്ഷെ അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കൽ ഒപ്പിട്ടാൽ ആ ഒപ്പിൽ നിന്ന് പിൻവാങ്ങുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. അതൊരു കത്തുകൊണ്ട് പിൻവാങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം.